ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീനുമായിട്ടാണ് വന്നത്. ആദ്യം ഞാനത് കറി വെച്ചെൻ്റെ പണി പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഫിഷ് ബിരിയാണി. അപ്പോൾ ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ എടുത്തെല്ലാം മസാലയൊക്കെ ഉണ്ടാക്കി. ഈ ഡീപ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണിത്. അങ്ങനെ മസാലകളും എല്ലാം കൂട്ടി ഞാൻ അരച്ച് വെച്ച മസാലയ്ക്കകത്തുനിന്ന് ഒരു 4 സ്പൂൺ മസാലയാണ് ഞാനിപ്പോൾ ഫിഷ് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ബാക്കി കുറച്ച് മസാല നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കുന്നതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി പൊരിച്ച് അങ്ങനെ ഫിഷൊക്കെ നല്ല അടിപൊളിയാക്കി ക്രിസ്പിയാക്കി നല്ല ക്രഞ്ചി ക്രിസ്പിയൊക്കെ ആക്കി അങ്ങനെ പൊരിച്ചെടുത്ത് അതെല്ലാം മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അരിയൊക്കെ വെക്കാനുള്ള പ്രിപ്പറേഷൻസ്, അരി വെക്കാനല്ല, ബിരിയാണിയുടെ ബാക്കി മസാല ഒക്കെ തയ്യാറാക്കാനുള്ള ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എണ്ണ ചൂടാക്കി ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ മസാല കൂട്ടിനകത്തുനിന്ന് ബാക്കി ഒരു 3 സ്പൂൺ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി മസാല മാറ്റി വെച്ചു. എന്നിട്ട് സാധാ നമ്മൾ അരി വെക്കുന്ന പോലെ തന്നെ ഗീയും പിന്നെ കറുവപ്പട്ട അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ബിരിയാണിയുടെ അരി വെക്കുമല്ലോ, സാധാ ചോറ് വെക്കുന്ന പോലെ തന്നെ അതിനകത്ത് എക്സ്ട്രാ ഗീയും കുറച്ച് നാരങ്ങയും കുറച്ച് കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ചോറ് വെച്ച് മാറ്റി. അതിന് ശേഷം നമ്മൾ ദമ്മിടാൻ തുടങ്ങി. ദമ്മിടാൻ ഫസ്റ്റ് ലെയർ ചോറിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മസാല ഇട്ടു. എന്നിട്ട് പുതിനയിലയും മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തതും കൂടെ, പുതിനയിലയും മല്ലിയിലയും അല്ല പച്ചയ്ക്കും, കറിവേപ്പില ഫ്രൈ ചെയ്തതും ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത് ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയാണ്. അതിൻ്റെ ശേഷം വീണ്ടും അടുത്ത സെക്കൻഡ് ലെയർ ചോറിച്ചു. അതിൻ്റെ പുറത്തായിട്ട് ഒരു 3 ഡ്രോപ്പ് പോലെ, ഡ്രോപ്പല്ല പൊടി, ഒരു 3 സൈഡിലായിട്ട് ഇങ്ങനെ മഞ്ഞപ്പൊടി വിതറി. പിന്നെ ഈ മസാല വെച്ചു. അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും വിതറി. അതിൻ്റെ ശേഷം ഉള്ളിയും കൂടെ എല്ലാം കറിവേപ്പിലയും ഉള്ളിയൊക്കെ മുരിച്ച് വെച്ചെല്ലാം വെച്ചു, ഒന്ന് വിതറിക്കൊടുത്തു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫിഷും കൂടി നന്നായിട്ട് പൊരിച്ചെടുത്ത ഫിഷും കൂടി എല്ലാം നിരത്തി എല്ലാം വെച്ച് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്തു. അതിൻ്റെ ശേഷം ഇത് വെറുതെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ 5 മിനിറ്റ് നമ്മളുടെ ദമ്മൊക്കെ ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നിയത് നല്ല സക്സസ് ആയെന്ന്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഈ ഫിഷ് ബിരിയാണി. അല്ലാതെ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഫിഷ് ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റിലും നല്ല കറക്റ്റ് ടെക്സ്ചറിൽ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു.